ഇനി ഇന്ത്യൻ പാസ്പോർട്ടുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഈ പാസ്പോർട്ടുകളിലായിരിക്കും പ്രവാസികൾക്ക് ഉപയോഗിക്കാൻ സൗകര്യമുണ്ടാവുക. 2025 ഒക്ടോബർ 28 ആഗോളതലത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഇ പാസ്പോർട്ട് സംവിധാനത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. പുതിയ ഇന്ത്യൻ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന UAEയിലുള്ള എല്ലാ ഇന്ത്യൻ പ്രവാസികൾക്കും ഇനി മുതൽ ഈ പാസ്പോർട്ട് മാത്രമേ ലഭിക്കൂവെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ, അബുദാബി ഇന്ത്യൻ എംബസി ചാർജ്ഡ് അഫയേഴ്സ് അമർനാഥ് എന്നിവർ അറിയിച്ചു. പുതിയ RFID സംവിധാനം അഥവാ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡിലാണ് ഈ വ്യക്തിഗത വിവരങ്ങൾ ഈ പാസ്പോർട്ടിലെ ചിപ്പിൽ സൂക്ഷിക്കുക. എംബഡഡ് പാസ്പോർട്ടുകൾ ചില താമസക്കാർക്ക് ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. പാസ്പോർട്ട് ഉടമയുടെ വ്യക്തിഗത വിവരങ്ങളും ബയോമെട്രിക് വിവരങ്ങളും ഉൾക്കൊള്ളുന്ന RFID ചിപ്പും പാസ്പോർട്ടിൻ്റെ ഇൻലേ ആയി ഉൾക്കൊള്ളിച്ച ആൻറ്റിനയുമുള്ള സംയോജിത പേപ്പർ ഇലക്ട്രോണിക് പാസ്പോർട്ടാണ് ഈ പാസ്പോർട്ട്. പാസ്പോർട്ട് സേവാ പ്രോഗ്രാമിൽ അഥവാ GPSP 2.0യിൽ അപേക്ഷകർ പുതിയ പാസ്പോർട്ടിനെ അപേക്ഷിക്കണമെന്ന് പുതിയ സംവിധാനം നിർദ്ദേശിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത കാത്തിരിപ്പ് സമയം കുറയ്ക്കും എന്നതാണ്. പുതിയ സംവിധാനം മുഖേന അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് അവരുടെ വിശദാംശങ്ങൾ പൂരിപ്പിക്കാൻ 2 മിനിറ്റ് സമയം മാത്രമേ എടുക്കുകയുള്ളൂ. അപേക്ഷകർ പഴയ പാസ്പോർട്ട് നമ്പർ നൽകി കൺഫർമേഷൻ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം അത് സമർപ്പിക്കേണ്ടതാണ്. അതോടെ നടപടികൾ പൂർത്തിയാവും. ഏതാനും ദിവസങ്ങൾക്കകം പാസ്പോർട്ട് പുതുക്കാൻ നിലവിലുള്ള അപ്പോയിൻമെൻറ്റ് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുമെന്ന് കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നിലവിലുള്ള അപേക്ഷയിൽ തന്നെ തുടരാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് പഴയ പേപ്പർ പാസ്പോർട്ട് ലഭിക്കുന്നതാണ്. ഓൺലൈനിൽ വിവരങ്ങൾ പൂരിപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് ഈ പാസ്പോർട്ട് ലഭിക്കും. പുതിയ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാത്തിരിപ്പ് സമയം കുറയ്ക്കും എന്നതാണ്. പരിഷ്കരിച്ച GPSP 2.0 പ്ലാറ്റ്ഫോം വഴി അപേക്ഷകർ അവരുടെ രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നു. എംബഡഡ് ചിപ്പ് ഡോക്യുമെൻറ്റിന് കൂടുതൽ സുരക്ഷ നൽകുന്നതാണ്. അതായത് പാസ്പോർട്ട് വ്യാജമായി നിർമ്മിക്കാനോ പാസ്പോർട്ട് വ്യാജമാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാലോ അതിലെ ഭൗതിക വിവരങ്ങൾ ചിപ്പിൽ അടങ്ങിയിരിക്കുന്ന ഡിജിറ്റൽ വിവരങ്ങളുമായി പൊരുത്തപ്പെടേണ്ടതിനാൽ അത്തരക്കാർ യാത്ര ചെയ്യുമ്പോൾ എമിഗ്രേഷനിൽ അത് എളുപ്പത്തിൽ കണ്ടെത്താനാകും. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട പുതിയ കാര്യം, പുതിയ പാസ്പോർട്ടുകൾക്ക് രാജ്യാന്തര സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഥവാ ICAO നിർദ്ദേശിച്ചിട്ടുള്ള ബയോമെട്രിക് ഫോട്ടോ ആവശ്യമാണ്. നിർദ്ദിഷ്ട മാനദണ്ഡപ്രകാരമല്ലാത്ത ഫോട്ടോകൾ അപേക്ഷ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സം സൃഷ്ടിക്കും. ബയോമെട്രിക് സവിശേഷതകൾ ഫോട്ടോയിൽ നിന്ന് വേർതിരിച്ചെടുക്കും എന്നതാണ് ഇതിന് കാരണം. അതേസമയം നിലവിൽ പാസ്പോർട്ട് അപേക്ഷകർക്കായി വിദേശത്ത് വിരലടയാളങ്ങളോ ഫിസിക്കൽ ബയോമെട്രിക്സോ ശേഖരിക്കാൻ ഇപ്പോൾ അധികൃതർ ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ ഏറ്റവും ചുരുക്കമായ കാര്യമെന്നത് നിലവിലുള്ള ഒരു പാസ്പോർട്ട് ഉടമയ്ക്ക് ആ പാസ്പോർട്ട് പുതുക്കുമ്പോൾ മാത്രമാണ് പുതിയ ബയോമെട്രിക് സംവിധാനത്തിലേക്ക് മാറുന്നത്. ഏകദേശം 10 വർഷത്തോളം കാലാവധിയുള്ള പാസ്പോർട്ടുകൾ ഇനി പുതുക്കുമ്പോൾ മാത്രമാണ് അതിലെ ബയോമെട്രിക്സ് വിവരങ്ങളൊക്കെ നൽകേണ്ടത്. നിലവിലെ വിവരങ്ങൾ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയാണ് പുതുക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. അതേസമയം പുതിയ പാസ്പോർട്ടിനോടാണ് അപേക്ഷിക്കുമ്പോൾ അവർക്ക് പുതിയ ബയോമെട്രിക്സ് നൽകേണ്ടതുണ്ട്. അത് ഇന്ത്യയിലാണ് ബാധകവും. വിദേശ രാജ്യങ്ങൾ ഇത് ഇപ്പോൾ നടപ്പാക്കി തുടങ്ങിയിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയം ഇതിനുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്ന മുറയ്ക്കാണ് വിദേശ രാജ്യങ്ങളിൽ ഇതിനുള്ള സംവിധാനം ഒരുക്കുക.